ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ളംകാക്ക. അപ്പം ഇന്ന് ഞങ്ങൾ ഷവായ ചിക്കൻ കൊണ്ട് സമൂസ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ചിക്കൻ മുറിച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് പാനിലേക്ക് ഒഴിച്ചു. നമ്മുടെ പാൻ ചൂടായതിനു ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, ഇതൊക്കെ ഉള്ളത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പരമാവധി നല്ലോണം അത് മൂപ്പിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് നാട്ടിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഇവിടെ ഷവായ ചിക്കനാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഷവായ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഷവായ ചിക്കനല്ല, സാധാ ചിക്കനും നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇടണം. അതുപോലെ പച്ചമുളകും ഇടേണ്ടതാണ്. അതിനുശേഷം അതും നല്ലോണം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നോർമലി നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ, വെരി സിമ്പിളായിട്ടുള്ള കാര്യം, സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണിത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. സവോള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം. നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ, ചിക്കൻ മസാല വേണം, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇതിലേക്ക് വേണ്ടത്. അതിപ്പോൾ പരമാവധി വഴറ്റിയെടുക്കുക. ബ്ലാക്ക് കളർ ആവുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കത് ഉപയോഗിക്കാം. ചിക്കൻ മസാല ഞാനിവിടെ നിന്ന് നോക്കണ്ട, നിങ്ങളെ സ്പൂണ് കണക്കിന് ഇഷ്ടംമാതിരി ഇടുക. ഞാനൊരൊറ്റ കൊട്ടാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സ്പൂൺ കണക്കിന്, ഞാൻ പിന്നെ സ്പൂൺ കണക്കൊന്നുമില്ല, കൊട്ടി കൊടുക്കലാണ്. അപ്പോൾ അത് കൊട്ടി കൊടുക്കണ കണക്ക് വേറെ, നിങ്ങളെ കണക്ക് വേറെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എത്ര വേണോ അത് നിങ്ങൾ ഉപയോഗിക്കുക. അത് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം ഞാനിട്ടത് കറിവേപ്പില കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, വീഡിയോ കാണുമ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ടോ ഇതൊക്കെ കണ്ടിട്ടോ നല്ല പിരാന്ത കളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ ഇടുക. ആ ചിക്കൻ ഞാൻ മുറിച്ച് വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് മോനെ അങ്ങോട്ട് കിടക്കണ്ട, ഇളക്കി കണ്ട നല്ലോണ്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇളക്കി അതുകൊണ്ട് വേവിച്ചെടുക്കുക. ഇതൊക്കെ നാട്ടിലാണെങ്കിൽ നിങ്ങളെ നാട്ടിലെ ചിക്കന്, സാധാ ചിക്കന് നമ്മൾ ഉപ്പും മുളകും ഇട്ടിട്ടൊന്ന് ആവിക്ക് വേവിച്ചെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മസാല കൂട്ടി ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, പരമാവധി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇത് ചെയ്യാനാണ്. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങളെ ക്ഷമിച്ചാളി, ആണ്ട് കണ്ടോളി, ഉണ്ടാക്കിക്കോളി. നമുക്കത്ര പറയാനുള്ളൂ. ട്രൈ ചെയ്തോളിട്ടോ. ഓക്കെ, വീണ്ടും പറയണേ, വീഡിയോ കണ്ടിട്ടേ സബ്സ്ക്രൈബർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട പോയിക്കോളി. അപ്പോൾ അത് പരമാവധി ചെയ്യുക. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില. ഓക്കെ, അത് ഒക്കെ വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, മല്ലിച്ചപ്പും കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, പരമാവധി കഴിയുന്നത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചൂടാറിന് ശേഷം എല്ലാവരും കൊണ്ട് കൈ നോക്കിയാൽ വിവരണ്ടായി. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചൂടാറിന് ശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പും ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സമൂസൻ്റെ ഓല അങ്ങോട്ട് എടുക്കുക. സമൂസൻ്റെ ഓല അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് നോക്കിയാണ് അങ്ങനെ ആ 3 കോണം അങ്ങോട്ട് ആക്കുക. ഓലപ്പടക്കം മാറി കണ്ട അങ്ങനെ 3 കോണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ട് വെച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ചിക്കൻ അങ്ങോട്ട് തിരികെ കൊടുക്കുക. ടയം ഒരു 4 മടക്ക് മാണ്ടാത്ത കീറിയേണ്ടി ഇടുക. അതിൻ്റെ ഉള്ളിൽ കണ്ട് വെക്കുക. സമൂസ റെഡി. സാധനം കണ്ടോ 3 വട്ടം ഇങ്ങനെ കോണാക്കി മടക്കുക. അതിൻ്റെ ഉള്ളിൽ കണ്ട് ഇടുക. ആവശ്യത്തിന് 4 വട്ടം മടക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത കീറിക്കളയുക. അതിൻ്റെ ഉള്ളിൽ കണ്ട് മടക്കി വെക്കുക. സമൂസ റെഡി. ഇത്ര പണിയുള്ളൂ. വെരി സിമ്പിൾ സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.
വെരി സിമ്പിൾ. കണ്ടോ, സംബൂസ. നമ്മൾ ഇവിടെ സംബൂസ എന്ന് പറയും, നിങ്ങൾക്ക് അവിടെ സമൂസ എന്ന് പറയും. ഓക്കെ, കണ്ടില്ല? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ സിമ്പിളാണ്. നിങ്ങളിതിലേറെ ഉഷാറായിട്ട് ഉണ്ടാക്കുന്നില്ല എനിക്കറിയാം. അപ്പോൾ എനിക്ക് എൻ്റെത് ഉണ്ടാക്കണത് ഞാൻ ഉഷാറായിക്കണം നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും എൻ്റെ സമൂസ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇനിയും വരും. മുള്ളൻ കാക്കാൻ്റെ കുക്കർ ടീ ആയിട്ടും മുള്ളൻ കാക്കാൻ്റെ സമൂസ ആയിട്ടും മുള്ളൻ കാക്കാൻ്റെ കോഴിയായിട്ടും പലതും വരും. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്നു. അപ്പം നമ്മളവിടെ പൊരിച്ചെടുത്തു. അയ്യോ, ഞാൻ ഉണ്ടാക്കുക സമൂസ ആയതുകൊണ്ട് പറയില്ല, ഞാൻ തിന്നോക്കിയിനി അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പൊരിച്ചായിട്ട് ഞാൻ തിന്നും ചെയ്തിനി. തിന്നണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് സമൂസ എന്ന് നിങ്ങൾ പറയുക. വീഡിയോ കൂടെ കൂട്ടുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, സംഭവം ഉഷാറാണ്. വെരി സിമ്പിൾ. അപ്പോൾ അത് കണ്ടോ, നമ്മൾ സമൂസ ചുട്ടെടുക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കാണാതെ കണ്ടുവരും. കണ്ടോ, എന്താ ചൊറുക്ക് സമൂസ. കണ്ടോ, നിങ്ങൾ വെളിച്ചെണ്ണ നോക്കണ്ട, വെളിച്ചെണ്ണ പുതിയ എണ്ണയാണ്, ചട്ടിൻ്റെ കളർ അങ്ങനെയാണ്. അപ്പോൾ സമൂസ ഉസാറല്ലേ? അപ്പോൾ സമൂസ ഉസാറാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.